ഗൗതം, ഈ ഹിന്ദുക്കളെ ആർക്കും എന്തും പറയാം അല്ലേ? പക്ഷേ ഇതര സമുദായങ്ങളെ, പ്രത്യേകിച്ചും മുസ്ലിങ്ങളെ എന്തെങ്കിലും പറഞ്ഞാൽ, അവരെ വിമർശിച്ചാൽ അത് വലിയ വിഷയമാവും. ലോകം മുഴുവനും അങ്ങനെയാണല്ലേ? അങ്ങനെയാണ് കണ്ടുവരുന്നത്. എന്താ സ്ത്രീകളുടെ ശരീരം, നഗ്ന ശരീരം അല്ലെങ്കിൽ അർദ്ധനഗ്ന ശരീരം, ഇത് പ്രതിഷേധങ്ങൾക്ക് ഭാഗമായി തീർന്നിട്ടുണ്ട്. പ്രതിഷേധങ്ങൾക്ക് ആയിട്ടുള്ളൊരു ടൂളായിട്ട് ഈ ശരീരങ്ങളെ അവർ ഉപയോഗിക്കാറുണ്ട്. അതായത് പ്രതിഷേധ പ്രകടനങ്ങൾക്കായിട്ട് സ്വന്തം ശരീരത്തെ ഉപയോഗിക്കാറുണ്ട്, വിട്ടുകൊടുക്കുന്നു. അങ്ങനെ ഒരു സ്ത്രീ വിട്ടുകൊടുത്തിരിക്കുകയാണ്. അവർ ധരിച്ചിരിക്കുന്ന വസ്ത്രം എന്ന് പറയുന്നത് ബിക്കിനിയാണ്. ബിക്കിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവുമല്ലോ. അതെ അതെ അതെ. ബിക്കിനി ധരിച്ചുകൊണ്ട് ഒരു സ്ത്രീ ഒരു സ്ഥലത്തിറങ്ങി പ്രതിഷേധിക്കുകയാണ്, ബിക്കിനി ധരിച്ചുകൊണ്ട്. മനസ്സിലായി. എന്തിനായിരുന്നു ഈ പ്രതിഷേധം? ഈ പ്രതിഷേധം അരങ്ങേറിയത് ടെഹ്റാനിലാണ്, ഇസ്ലാമിക് ആസാദ് യൂണിവേഴ്സിറ്റി. അവിടെയാണ് ഈ ടെഹ്റാൻ, ഇറാനിലല്ലേ? അതെ, ഇറാനിലെ ടെഹ്റാനിൽ ഇസ്ലാമിക് ആസാദ് യൂണിവേഴ്സിറ്റിയിലാണ് ഈ പ്രതിഷേധം അരങ്ങേറിയത്. അവിടെ നമുക്കറിയാലോ, ഈ ഹിജബ് നിർബന്ധമായിട്ടും സ്ത്രീകൾ ധരിക്കണമെന്ന് അവിടുത്തെ ഭരണകൂടം പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് നിരന്തരമായി. അതിന് അവിടെ നിരവധി സ്ത്രീകളുടെ ആന്റി ഹിജബ് പ്രക്ഷോഭങ്ങളൊക്കെ നിരവധിയായിട്ട് നടന്ന് വരികയാണ്. അപ്പം അങ്ങനെ ഒരു സ്ത്രീ ഇപ്പോൾ അവിടെ ബിക്കിനിയൊക്കെ ധരിച്ച് പ്രതിഷേധത്തിന് ഇറങ്ങിയിരിക്കുകയാണ്. അവരിപ്പോഴും ജീവനോടെ ഉണ്ടോ? അവർ ജീവനോടെ ഉണ്ടെന്നാണ് അതിൻ്റെ ഒരു റിപ്പോർട്ടുകൾ വന്നിട്ടില്ല. പക്ഷേ ഈ ഒരു പ്രതിഷേധം വലിയ രീതിയിൽ ഇപ്പം കിടന്ന് കത്തുകയാണ്. അതിൽ ഇന്ത്യയിലെ രുചിക ശർമ്മ എന്ന് പറഞ്ഞൊരു സ്ത്രീ ഉണ്ട്. അവരൊരു ഹിസ്റ്റോറിയനാണ്, ഡോക്ടർ രുചിക ശർമ്മ. JNUവിലൊക്കെ പഠിച്ച PhD ഒക്കെ എടുത്തിട്ടുള്ള ഒരാളാണ്. അവര് ഇപ്പം ഇതിൻ്റെ ഭാഗമായിട്ട് ഇസ്ലാമിസ്റ്റുകളുടെ വേട്ടയാടലിന് വിധേയമായി പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതെന്താ ഈ രുചിക ശർമ്മ, ഇസ്ലാമിസ്റ്റുകൾ രുചിക ശർമ്മയെ വേട്ടയാടാനുള്ള കാരണം എന്താണ്? കാരണം ഈ രുചിക ശർമ്മ ഇതിനെ പിന്തുണച്ചു. ഈ ഇറാനിയൻ യുവതിയുടെ പ്രൊട്ടസ്റ്റിനെ പിന്തുണച്ചു. ഈ ആസാദ് യൂണിവേഴ്സിറ്റിയിൽ ഈ സ്ത്രീ ഹിജബ് ധരിച്ചത്, ഈ വിദ്യാർത്ഥി ഹിജബ് ധരിച്ചത് ശരിയല്ല, കറക്റ്റായ രീതിയിലല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയുള്ള വിദ്യാർത്ഥികൾ തന്നെ ഇവർക്ക് നേരെ തിരിഞ്ഞു. ഈ സ്ത്രീക്ക് നേരെ തിരിഞ്ഞു, ഇറാനിയൻ സ്ത്രീക്ക് നേരെ തിരിഞ്ഞു. അവിടെ ക്യാമ്പസിലുള്ള വിദ്യാർത്ഥികൾ. അതായത് നമ്മളിവിടെ പറയില്ലേ, എന്താ പറയാ, മൊറാലിറ്റി പോലീസ്, മോറൽ പോലീസിങ്, സദാചാര പോലീസ്. അതെ, സദാചാര വിദ്യാർത്ഥികൾ ഇവർക്ക് നേരെ തിരിഞ്ഞു. അതിൽ പ്രതിഷേധിച്ചാണ് ഇവര് ബിക്കിനി ഇട്ട് ഇറങ്ങിയത്. എന്നാ പിന്നെ ബിക്കിനി ഇട്ട് ക്യാമ്പസിലൂടെ ഇങ്ങനെ നടന്നു, ബിക്കിനി ഇട്ട് ഒരു സൈഡിൽ ഇങ്ങനെ ഇരുന്നു. അതാ ഞാൻ പറഞ്ഞത്, സ്ത്രീയുടെ ശരീരത്തെ എനിക്ക് മനസ്സിലായി. അവര് സ്വയം ഈ അർദ്ധനഗ്നയായി പ്രതിഷേധിച്ചുകൊണ്ട് അതൊരു വീഡിയോ എടുത്ത് അത് ലോകം മുഴുവനും പ്രചരിപ്പിച്ചു. അതിപ്പം പ്രചരിക്കുകയാണ്. അത് ശരി. കഴിഞ്ഞ ദിവസം ഇതിന്റെ ചില വാർത്തകളൊക്കെ വന്നു. ഇറാനിയൻ അമേരിക്കൻ ജേർണലിസ്റ്റ് ഈ വാർത്ത, ഈ വീഡിയോ അവരുടെ എക്സിൽ പങ്കുവച്ചു. അതെ അതെ, ഇതൊരു ശക്തമായ പ്രതിഷേധമാണ്. ഈ വിദ്യാർത്ഥിയെ അഭിനന്ദിച്ചുകൊണ്ടാണ് അവർ ആ അവരുടെ പേര് മസിയ അലി നജാദ്. വളരെ ബുദ്ധിമുട്ടുള്ള പേരാണ്. അതെ, അവരാണ് അത് ലോകം മുഴുവനും കാണിച്ചു കൊടുത്തത്. അതെ, ഇതിനെ പിന്തുണച്ചുകൊണ്ട് ഈ പോസ്റ്റ് രുചിക ശർമ്മ മസിയയുടെ പോസ്റ്റിനെ പിന്തുണച്ചുകൊണ്ട് ആ പോസ്റ്റ് രുചിക ശർമ്മ ഷെയർ ചെയ്തു. എക്സിൽ ഷെയർ ചെയ്തു. ഇതൊരു ശക്തമായ പ്രതിഷേധമാണ്. നിങ്ങളിത് കാണണം. ഹിജബ് എന്ന് പറയുന്നത് അടിച്ചമർത്തലിന്റെ ഒരു ബിംബമാണ്. സ്ത്രീകളെ അടിച്ചമർത്താനുള്ള ഒരു ബിംബമാണ്, അല്ലെങ്കിൽ ഒരു ചിഹ്നമാണ് ഹിജബ് എന്നാണ് ഈ രുചിക ശർമ്മ അഭിപ്രായപ്പെടുന്നത്. അവരുടെ പോസ്റ്റുകൾ നിരവധി സ്ഥലങ്ങളിലേക്ക് വൈറലായിട്ട് ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ താഴത്ത് ആയിരക്കണക്കിന് കമന്റുകളാണ് വരുന്നത്, ഇസ്ലാമിസ്റ്റുകളുടെ കമന്റുകൾ. അപ്പോൾ പിന്നെ ചോദിക്കണ്ട, അത് പ്രതികൂലമായിരിക്കും. ഇപ്പൊ അവർക്ക് നേരെ ഒരു ഹാഷ്ടാഗും എക്സിൽ പ്രചരിക്കുന്നുണ്ട്. അറസ്റ്റ് രുചിക ശർമ്മ എന്നാണ് ആ ഹാഷ്ടാഗ്. നന്നായി. ഞാൻ ഈ രുചിക ശർമ്മയെ കുറിച്ച് ഞാൻ വായിച്ചിട്ടുള്ളത്, ഞാൻ അറിഞ്ഞിട്ടുള്ളത്, അവരൊരു JNU പ്രോഡക്റ്റാണ്. അവർ ഈ സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരാളാണ്. മതങ്ങളെ നിരന്തരം എല്ലാ മതങ്ങളെയും വിമർശിക്കുന്നയാളാണ്. പക്ഷെ
അവർ ഹിന്ദു മതത്തെയും സനാതന ധർമ്മത്തെയും ഏറ്റവും കൂടുതൽ വിമർശിക്കുന്ന ആളാണ്. അതെ. അങ്ങനെ അവർ ഇതിനു മുമ്പ് ഇസ്ലാമിനെയോ മറ്റോ അങ്ങനെ കാര്യമായിട്ട് വിമർശിച്ച് അവരെ കണ്ടിട്ടില്ല. ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അല്ല അവർ 2019 സമാനമായ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുണ്ട്, ലേഖനങ്ങളൊക്കെ അവർ എഴുതിയിട്ടുണ്ട്. ക്വിൻ്റൊക്കെ പോലുള്ള മാധ്യമങ്ങളിലൊക്കെ അവർ എഴുതിയിട്ടുണ്ട്. ഓക്കെ. ഹിന്ദുക്കൾക്കെതിരെ ഇപ്പൊ സതിക്കെതിരെ, മനുസ്മൃതിക്കെതിരെ നമുക്കൊരു പ്രശ്നമില്ല കേട്ടോ. ഇവിടെ ഇന്ത്യക്കാർക്കും യാതൊരു പ്രശ്നവുമില്ല, ചെയ്തോട്ടെ, വിമർശിച്ചോട്ടെ ഒക്കെ ഇവര് നടത്തിയിട്ടുണ്ട്. ഹിന്ദുക്കളുടെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള എതിർപ്പുകൾ ഉണ്ടായിട്ടില്ല, എതിർപ്പുകളൊന്നും അവർക്കെതിരെ ഫത്വ എന്നും വന്നിട്ടില്ല, ഹിന്ദു ഫത്വ എന്നും വന്നിട്ടില്ല. ശരി. അല്ല, ഇവര് ഇസ്ലാമിനെ അങ്ങനെ വിമർശിച്ച് ഞാൻ കണ്ടിട്ടില്ല. ഇവരിപ്പോ ഇതിപ്പോ ഹിജബിനെ വിമർശിച്ചല്ലോ. അതെ, ഹിജബ് ഇസ്ലാമിന്റെ ഒരു ചിഹ്നമാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇവർ സനാതനധർമ്മത്തെക്കുറിച്ച് വിമർശിച്ച് നേരത്തെ ലേഖനമൊക്കെ എഴുതിയിട്ടുള്ളത് ഇവർ കോളമിനിസ്റ്റും കൂടെയാണെന്ന് തോന്നുന്നു, അല്ലേ? കോളമിസ്റ്റ്. ഇവർ ഈ കൃഷ്ണന് ഒരുപാട് ഭാര്യമാരുണ്ടായിരുന്നല്ലോ, ഈ ഭാര്യമാരൊക്കെ മരിച്ചത് സതിയുടെ ഭാഗമായിട്ടാണ് എന്നൊക്കെ പറഞ്ഞ്. അതെ 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 അങ്ങനെയൊക്കെ കുറേ അധികം. ഇവർക്ക് ഒരു ചാനലുണ്ട്, ഐ ഷാഡോ ആൻഡ് ഇതിഹാസ് എന്ന് പറഞ്ഞിട്ട്. ഒരു 24,000-ഓളം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അവർ നിരന്തരമായിട്ട് ഈ മതങ്ങളുടെയൊക്കെ വിമർശനങ്ങൾ, അതിനൊരു ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവിൽ പഠിച്ചുകൊണ്ട്, ഹിസ്റ്റോറിയൻ കൂടിയാണല്ലോ, PhD ഒക്കെ ഉണ്ട്, അതിന്റെ പെർസ്പെക്റ്റീവിൽ ചെയ്യുന്നവരാണ് ഇവര്. പക്ഷേ ഇപ്പോഴെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രുചിക ശർമ്മ വല്ലാത്ത അവസ്ഥയിൽ പെട്ടിരിക്കുകയാണ്. അവരിപ്പം പറയുന്നത്, ഞാൻ നിർത്തിയിരിക്കുന്നു, ഞാനിനി മതവിമർശനം ഇനി ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ 2 വട്ടം ചിന്തിക്കും. പക്ഷേ ഹിന്ദുവിസത്തിനെ പറ്റിയിട്ട് ചിന്തിക്കില്ല. ഞാൻ പറയുന്നുണ്ട്, പ്രത്യേകം പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം വളരെ ലളിതമാണ്. ഹിന്ദുക്കളെ എന്തും പറയാം, ആരും തിരിച്ചൊന്നും ചെയ്യില്ല, സർവതന്ത്ര സ്വതന്ത്രമാണ്, മറ്റവരെയൊക്കെ വിമർശിച്ചാൽ വിവരം അറിയും. ഇതാണ് അവർ പറയുന്നത്. എന്തായാലും കൊള്ളാം, നല്ലൊരു കാര്യമാണ്. ഇവർക്കെതിരെ ഇപ്പോൾ രൂക്ഷമായ സൈബർ ആക്രമണവും അറസ്റ്റ് രുചിക ശർമ്മ എന്നുള്ള ക്യാമ്പയിനുമാണ്, അറസ്റ്റ് ഹാഷ്ടാഗ് വെച്ചിട്ടുള്ള ക്യാമ്പയിനുമാണ് ഇപ്പം നടക്കുന്നത്. എന്തായാലും രുചിക ശർമ്മയെ പടച്ചോൻ രക്ഷിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പറയാം, അല്ലാതെ അതിനകത്ത് വേറൊന്നും പറയാനില്ല. ഇരിക്കട്ടെ, നമുക്ക് ഇങ്ങോട്ട് വരാം. ഈ ഇറാനിയൻ പെൺകുട്ടി കാണിച്ച ധൈര്യത്തെ വാസ്തവത്തിൽ ഈ അമേരിക്കൻ ഇറാനിയൻ ജേർണലിസ്റ്റ് ലോകം മുഴുവനും പ്രചരിപ്പിച്ചു. അത് സത്യത്തിൽ അങ്ങനെ പ്രചരിപ്പിക്കേണ്ടതല്ലേ? ഇപ്പം അർദ്ധനഗ്നയായി ഒരാൾ തൻ്റെ നഗ്നത കാണിച്ച് പ്രതിഷേധിക്കുന്നു എന്ന് പറഞ്ഞാൽ അവരപ്പോൾ അത്രയും ഭീകരമായ ഒരു വേട്ടയാടലുകൾക്ക് അല്ലെങ്കിൽ അപമാനങ്ങൾക്ക് വിധേയയായി എന്നാണ് അതിൻ്റെ ഇവിടെ ഇതിൻ്റെ ഒരു ഹിജബിൻ്റെ ഒരു ഡിബേറ്റ് നമ്മുടെ നാട്ടിൽ പൊതുവേ നടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഇത് ചോയ്സ് ആണെന്നുള്ള രീതിയിൽ, വേറൊന്ന് ഇത് ഒപ്രഷൻ ആണെന്നുള്ള രീതിയിൽ. ഈ 2 ചേരി തിരിഞ്ഞുകൊണ്ടാണ് ഈ ഡിബേറ്റുകൾ നടക്കാറുള്ളത്. തീർച്ചയായിട്ടും കർണാടകയിലൊക്കെ അങ്ങനെ നടന്നതാണല്ലോ. അതായത് ഇത് എൻ്റെ വസ്ത്രം എൻ്റെ സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞുള്ള ഹാഷ്ടാഗ് എല്ലാം വെച്ച് വലിയ രീതിയിൽ നടന്നു. പക്ഷേ എനിക്ക് മനസ്സിലായ ഒരു കാര്യം പറയാം, ഇതെല്ലാം മതപരമായ ചിഹ്നങ്ങൾ തന്നെയാണ്. അത് മതപരമായ എല്ലാ ചിഹ്നങ്ങളും, അത് ഏത് മതത്തിൻ്റെ ആണെങ്കിലും അതിനകത്തൊരു അടിച്ചേൽപ്പിക്കലുണ്ട്. അത് സ്വതന്ത്രമായിട്ട് ഞാൻ ആ മതത്തെ പുൽകി അതിൽ എന്താ പറയുക, അതിൻ്റെ സ്പിരിച്വലായ വശങ്ങളൊക്കെ മനസ്സിലാക്കി അത് ആചരിക്കുന്നു എന്ന് പറയുന്നത് തുലവും കുറവാണ്. മറിച്ച് ഒരു കുഞ്ഞ് ജനിച്ചു വീഴുന്നത് ഏത് സമുദായത്തിനാണോ ആ സമുദായത്തിനകത്തുള്ള ആ മതത്തിനകത്തുള്ള ചിഹ്നങ്ങൾ അത് സ്വാഭാവികമായിട്ടും പിന്തുടരും. അതിൻ്റെ അർത്ഥം അറിഞ്ഞിട്ടാണോ, അതിൻ്റെ എന്താ പറയുക ആഴത്തിലുള്ള പഠനം നടത്തിയിട്ടാണോ എന്നൊന്നും വിഷയമല്ല, അവരത് പിന്തുടരുന്നു. അവർക്കത് പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ ഇന്നലെ ചെയ്തു, മെനങ്ങാന്ന് ചെയ്തു, അതിൻ്റെ തലേന്ന് ചെയ്തു, ഇന്നും ചെയ്യുന്നു, നാളെ ചെയ്യും, മറ്റന്നാളും ചെയ്യും, ഇത്രയേ ഉള്ളൂ. പക്ഷേ നമ്മൾ സ്വതന്ത്രമായിട്ട് ചിന്തിക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം, ഇതിനകത്തെല്ലാം ഒരു അടിച്ചമർത്തലുണ്ട്, അല്ലെങ്കിൽ അടിച്ചേൽപ്പിക്കലുണ്ട്. ഈ ഹിജാബിൻ്റെ കാര്യത്തിൽ പൊതുവെ ഉയർന്നിരിക്കുന്ന ചർച്ച ഇതൊരു അടിച്ചമർത്തലും അടിച്ചേൽപ്പിക്കലുമാണ് എന്ന് ഈ കർണാടകയിലെ വിഷയം ഉണ്ടായപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ഇത്തരത്തിലുള്ള പല സ്ത്രീകളും മിണ്ടുന്നില്ലേ? അത് ഞാനും പറയാൻ വന്നതാണ്. ഒരുപാട് പേർക്ക് ശബ്ദമാകാൻ പറ്റുന്നില്ല. ഇപ്പൊ ശബ്ദമാകാൻ പറ്റുന്നില്ല. പേടി. ഇവിടെ അടിസ്ഥാനപരമായിട്ട് ഇവരുടെ സൈക്കോളജി എന്ന് പറഞ്ഞാൽ ഭയമാണ്. ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക. അല്ല, അവിടെയാണ് ഞാൻ നേരത്തെ ആ ഇറാനിയൻ യുവതിയുടെ കാര്യത്തിൽ എനിക്കൊരു അത്ഭുതം തോന്നിയത്. കാരണം അതാ ഞാൻ ആദ്യം ചോദിച്ചത്, അവർ ജീവിച്ചിരിപ്പുണ്ടോ എന്ന്. അവർ ഒരു ഭയവും ഇല്ലാതെ തൻ്റെ ജീവൻ തൃണവൽഗണിച്ചുകൊണ്ടാണ് അവർ ഈ പ്രതിഷേധ പ്രകടനത്തിന് അവർ തയ്യാറായിരിക്കുന്നത്, അല്ലേ? അവർക്ക് എന്തും സംഭവിക്കാം. നമ്മൾ മുമ്പ് തന്നെ ഇറാനിൽ നിന്ന് അങ്ങനത്തെ ഒരുപാട് വാർത്തകൾ കേട്ടിട്ടുണ്ട്. ഹിജാബ് ധരിക്കാത്തതിന്
എന്താ പറയാ മതഭരണകൂടം മസിയ വിചാരണ ചെയ്ത് മസിയാഹമി എന്താ പേര്, അവരുടെ പേര് ഞാൻ മറന്നുപോയി, ഓർക്കുന്നില്ല. ഈ വിചാരണ നടത്തി കോടതി ശിക്ഷിച്ച് അവരെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ വാസ്തവത്തിൽ വധശിക്ഷയല്ല, അതിനൊക്കെ പറയേണ്ടത് അതിക്രൂരമായ കൊലപാതകം എന്നാണ്. പ്രശാന്തേട്ടാ, ഇതിന്റെ അപ്പുറത്തെ വശം കൂടെ ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഈ സൗദി പോലെയുള്ള രാജ്യങ്ങൾ, അതായത് ഇസ്ലാമിൻ്റെ പിറവി കൊണ്ട നാട്, ഒരുപാട് മാറിയിരിക്കുന്നു, മാറി മാറി വരുന്നു. അവിടെ ഇതെല്ലാം നിയമങ്ങൾ, ഇപ്പോൾ സ്ത്രീകൾക്ക് വണ്ടി ഓടിക്കാൻ ലൈസൻസ് എടുക്കാം, വിദ്യാഭ്യാസം ചെയ്യാം, അല്ലെ, ഒരുപാട് പുരോഗതി ലോകത്തിനൊപ്പം അവർ സഞ്ചരിക്കാൻ തുടങ്ങി. ആ സൽമാൻ രാജകുമാരനെ വാസ്തവത്തിൽ ഈ മുസ്ലിം സ്ത്രീകൾ കൈയെടുത്ത് കുമ്പിടണം. കാരണം അദ്ദേഹം എന്തു വലിയ മാറ്റമാണ് ഒരു ഭരണാധികാരി എന്നുള്ള നിലയ്ക്ക്, ഈ എന്താ പറയുക, ജനഹിതം, ആ വാക്കാണ് പറയേണ്ടത്, ജനഹിതം അറിഞ്ഞ് ഭരിക്കുക. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മളിതിപ്പോൾ ഇസ്ലാമിസ്റ്റുകൾക്കെതിരെ പറയുമ്പോഴും ഇവർ നേരത്തെ ഹിന്ദുക്കൾക്കെതിരെ അല്ലെങ്കിൽ അവരുടെ മതപരമായ സംഗതികളിൽ വിമർശനം, രുചിക ശർമ്മ പറഞ്ഞല്ലോ, ഇത്രമാത്രം ഇപ്പം എന്താണോ ഇവർ നേരിടുന്നത് അത്രമാത്രം ഒരു പ്രതിഷേധങ്ങളൊന്നും ഇല്ലെങ്കിലും ചെറിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഈ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറയുന്നത് അതിൻ്റെ ആവശ്യം എന്താണ്? വിമർശിക്കട്ടെ. അല്ല, വിമർശനം എപ്പോഴും തിരുത്താനും മുന്നോട്ട് പോകാനും കൂടുതൽ പഠിക്കാനും ആഴത്തിൽ അറിയാനും എന്താ പറയുക, നമ്മെ പ്രേരിപ്പിക്കും. അതാണ് വിമർശനത്തിൻ്റെ ഒരു ഗുണം. ഇപ്പം നമ്മൾ പറഞ്ഞൊരു കാര്യത്തിൽ അല്ല അത് തെറ്റാണ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ആലോചിക്കേ, ഞാനത് ഇങ്ങനെയാണല്ലോ മനസ്സിലാക്കിയിരിക്കുന്നത്, അല്ല ഒന്ന് അന്വേഷിച്ചേക്കാം. നമ്മളതിൻ്റെ പുറകെ ഇറങ്ങി അന്വേഷിക്കും, സത്യം കണ്ടെത്തും. അപ്പോൾ എപ്പോഴും ഈ വിമർശനം, അതിന് ഞാൻ പറയട്ടെ, ഈ ഹിന്ദുയിസം എന്ന് പറയുന്നത് ഒരു സെമിറ്റിക് മതത്തിന്റെ സ്വഭാവം അതല്ല, അത് വ്യത്യാസമുണ്ട്. അല്ല വ്യത്യാസമുണ്ട്, തീർച്ചയായിട്ടും വ്യത്യാസമുണ്ട്. ഞാൻ പക്ഷെ ആ സ്വഭാവം ഇപ്പോൾ എടുത്തണിയുന്നുണ്ട്. ചില വിമർശനങ്ങളൊക്കെ വരുമ്പോൾ അത് വല്ലാണ്ട് ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത, അതെന്താണെന്ന് അറിയാമോ? അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ക്വാളിറ്റി ഇല്ലാതാക്കുക. അതെ, നമുക്ക് ആ ഒരു സംഗതിയില്ല, മറ്റവരെ പോലെ ആയിത്തീരാൻ. അത് വിയോജിച്ചേ മതിയാവുള്ളൂ. ഈ വിമർശനത്തെ, എതിർപ്പിനെ, അല്ലെങ്കിൽ ഈ തിരുത്തലുകളെ നമ്മൾ കാണേണ്ടത് മറ്റൊരു കാഴ്ചപ്പാടിലാണ്, മറ്റൊരു തലത്തിൽ നിന്ന് വേണം അതിനെ കാണേണ്ടത്. കുറച്ചുകൂടെ വിശാലമായി ചിന്തിക്കുകയും കുറച്ചുകൂടെ വിശാലമായി അതിനെ ഉൾക്കൊള്ളാൻ തയ്യാറാകുകയും ചെയ്താൽ ആ പ്രശ്നം തീരും. ഇതിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പൊതുവേ ഇന്നിപ്പോൾ ഹിന്ദുക്കളെ ബാധിച്ചിരിക്കുന്ന ഒരു പ്രശ്നം, എല്ലാവരും ഞങ്ങളുടെ നെഞ്ചത്തോട്ട് കയറുകയാണ്, എല്ലാവരും ഞങ്ങളുടെ മേൽ കുതിര കയറുകയാണ്. അതേസമയം അപ്പുറത്ത് നോക്കൂ, നിങ്ങൾക്ക് അവിടെ ഒരു ചെറിയ വിമർശനം പോലും ഇസ്ലാമിനോ ക്രിസ്ത്യാനിറ്റിക്കോ ഒന്നും എതിരെ നിങ്ങൾക്ക് ഉയർത്താൻ പറ്റില്ല. അവിടെ ഭയം അവിടെ നിങ്ങൾക്കത് പോയാൽ അപ്പോൾ കൈവെട്ടും, തലവെട്ടും, കാലുവെട്ടും, ഇങ്ങനെ. പക്ഷെ അതേസമയം ഹിന്ദുക്കളെ ആർക്കും എന്തും പറയാം. ഇത് ഒരു ഹിന്ദുക്കളുടെ നേർക്കുള്ളൊരു കുതിര കയറ്റമായിട്ട് കരുതി പല ആൾക്കാരും അവരുടെ ഒരു ഈഗോയിൽ നിന്ന് പ്രതിഷേധിക്കും, അവരുടെ ഒരു ഈഗോയിൽ നിന്ന് ഈ വിമർശനത്തെ അവർ എതിർക്കും. അങ്ങനെ വന്നിരിക്കുന്നതാണ്. അല്ലാതെ അടിസ്ഥാനപരമായിട്ട് ഹിന്ദു ഫിലോസഫിയിൽ ഒരു അതിനെ ഹിന്ദു ഫിലോസഫി എന്ന് പറഞ്ഞാൽ തന്നെ തെറ്റിപ്പോവും. സനാതനധർമ്മ ഫിലോസഫിയിൽ, ഹിന്ദു എന്നുള്ള പേരൊക്കെ പിന്നീട് വന്നതാണ്, പക്ഷെ സനാതനധർമ്മ ഫിലോസഫിയിൽ, സനാതനധർമ്മ ദർശനത്തിൽ, തത്വശാസ്ത്രത്തിൽ അങ്ങനൊരു എതിർപ്പോ അങ്ങനൊരു വെല്ലുവിളിയോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഇല്ല. മറിച്ച് വിമർശനാത്മകമായി വരുന്ന കാര്യങ്ങളെ സംവാദാത്മകമായി സമീപിച്ച് അതിനെ നമ്മൾ പരസ്പരം ചർച്ച ചെയ്ത് അതിൽ നിന്ന് സത്യത്തെ കണ്ടെത്തി ആ സത്യം ആചരിക്കുന്നിടത്താണ് സനാതനധർമ്മത്തിൻ്റെ വിജയം. പ്രശാന്തേട്ടാ, ഇതിലുള്ളൊരു സങ്കടപ്പെട്ടൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രുചിക ശർമ്മ ചില ആളുകളെ ഹിപ്പോക്രൈറ്റ്സ് എന്ന് വിളിച്ചിരിക്കുകയാണ്. കപടന്മാർ ആരാണെന്നറിയോ? ലിബറൽസ്. അവർക്ക് ഇത്രയും നാൾ പിന്തുണ അറിയിച്ചിരുന്നവർ, ലെഫ്റ്റ് ചിന്താഗതിക്കാർ, അവരെ കപടന്മാര് എന്ന് ഈ രുചിക ശർമ്മയ്ക്ക് വിളിക്കേണ്ടി വന്നിരിക്കുകയാണ്. അത് സത്യമാണ്. കാരണം എന്താണെന്നറിയോ? ഇപ്പോ ഈ ഒരു പ്രതിഷേധം അവർക്ക് നേരെ ഒരുപാട് ആളുകൾ നടത്തിയപ്പോ, പ്രത്യേകിച്ചും ഇസ്ലാമിസ്റ്റുകൾ നടത്തിയപ്പോ, അവരെ പിന്തുണച്ചുകൊണ്ട് ഒരാൾ പോലും രംഗത്ത് വന്നില്ല. ഒരു ലെഫ്റ്റ് ചിന്താഗതിക്കാരും. മാത്രമല്ല ഈ ലെഫ്റ്റ് ചിന്താഗതിക്കാര് ഇവരെ എതിർക്കാൻ, ഇവർക്ക് നേരെ വിമർശനം, നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ, നിങ്ങൾ ഇത് ചെയ്യുന്നത് ഹിന്ദുത്വ ശക്തികൾക്ക് വളമാകുകയാണെന്നൊക്കെയാണ്. അത് വളരെ, ഇതായത് ഒരു വല്ലാത്തൊരു അവസ്ഥയിൽ, അതായത് ഹിന്ദുത്വ ശക്തികളുണ്ട് അതുകൊണ്ട് മുസ്ലിങ്ങളെ വിമർശിക്കാൻ പാടില്ല. എവിടുത്തെ മതം തൂക്കി നോക്കുമ്പോൾ കൈവിറക്കുകയാണ്. ഈ വിറയൽ ഈ ലെഫ്റ്റ് ലിബറൽസിന് വളരെ കൂടുതലാണ്. കാരണം അവന്മാർക്ക് ആത്യന്തികമായിട്ട് ഹിന്ദുക്കളെ എന്തും പറയാം,
അവിടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ മുസ്ലിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വേണം, ഇസ്ലാമിസ്റ്റുകളുടെ പിന്തുണ ഞങ്ങൾക്ക് വേണം. എന്തിന്? വോട്ട്, അധികാരം. ഇതല്ലാതെ ഈ ലെഫ്റ്റ് ലിബറൽസിന്, വാസ്തവത്തിൽ അവരെ ലെഫ്റ്റ് ലിബറൽസ് എന്നൊക്കെ പറയാമോ? അതിനുള്ള യോഗ്യത അവർക്കുണ്ടോ? അവർ ശരിക്കും പറഞ്ഞു ഉഡായിപ്പാണ്. ഉഡായിപ്പ് തന്നെയാണ്. ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല. രുചിക ശർമ്മ വേറൊരു കാര്യം പറയുന്നുണ്ട്. ചില ആൾക്കാർ പറയുന്നുണ്ട്, അതായത് ഹിജബിനെ ഞാൻ ഇഷ്ടപ്പെടുന്നു, ഒപ്രഷനെ ഞാൻ ഇഷ്ടപ്പെടുന്നു. അല്ല, അവർ പറയുന്നുണ്ട് സതി ഒരു ഒപ്രഷനായിരുന്നു. അതെ, നിങ്ങൾ ഇഷ്ടപ്പെട്ടാരും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും സതി ഒരു ഒപ്രഷനാണ്. അതുപോലെ തന്നെയാണ് ഹിജബ് എന്നാണ് രുചിക ശർമ്മ. അല്ല, അത് ഒപ്രഷൻ ആയതുകൊണ്ടാണല്ലോ അതിനെ ഒരു കാലത്ത് നിരോധിച്ചതും അതിനെ ഹിന്ദു സമൂഹം അതിനെ വലിച്ചു ദൂരെ കളഞ്ഞത്, അല്ലേ? ഇപ്പോൾ ഇവിടെ നമുക്ക് ഒറ്റ കാര്യമേ ചെയ്യാനുള്ളൂ. രുചിക ശർമ്മയും ഈ ലെഫ്റ്റ് ലിബറൽസിൻ്റെ കയ്യിൽ നിന്ന്, ഈ ഇസ്ലാമിസ്റ്റുകളുടെ കയ്യിൽ നിന്ന്, ഈ പറയുന്ന തീവ്രവാദികളുടെയും ഭീകരവാദികളുടെയും കയ്യിൽ നിന്ന് രുചിക ശർമ്മയുടെ ജീവൻ ദൈവം കാത്തു രക്ഷിക്കട്ടെ, പുരുഷാധിപത്യത്തിൽ നിന്ന് സ്ത്രീകൾക്ക് രക്ഷപ്പെടാനും കൂടി സാധിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ശരി.